Hello, my dear children. How are you? Are you fine there? It's me with you. How was today's English class? ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? എല്ലാവരും കണ്ടായിരുന്നോ? Let's start our English class. The furious father. The furious father. Father came back with a big basket. Where is the fish? He asked. I let it go. What? Are you crazy? Father raised his voice. Please, father, let it go, Abin said. Father was furious. Get out of my sight. I don't want to set my eyes on you anymore, he shouted. നോക്കൂ മക്കളെ, ദ ഫ്യൂരിയസ് ഫാദർ. ഫ്യൂരിയസിൻ്റെ അർത്ഥം എന്താണ്? ഗെറ്റ് ആംഗ്രി അല്ലേ? ദേഷ്യമുള്ള അച്ഛനിപ്പോൾ എന്താണ് അവസ്ഥ? ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഫ്യൂരിയസ്, ആംഗ്രി, ദേഷ്യപ്പെടുക. ഫാദർ കെയിം ബാക്ക് വിത്ത് എ ബിഗ് ബാസ്ക്കറ്റ്. ഈ മീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫാദർ വരെയാണ്. കെയിം ബാക്ക്, തിരികെ വന്നു. വിത്ത് എ ബിഗ് ബാസ്ക്കറ്റ്, ഒരു വലിയ ബാസ്ക്കറ്റുമായിട്ടാണ് അച്ഛൻ വരുന്നത്. വെയർ ഈസ് ദ ഫിഷ്? എവിടെയാണ് ഫിഷ്? ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിക്കുകയാണ്, എവിടെ ഫിഷ് എവിടെ? ഐ ലെറ്റ് ഇറ്റ് ഗോ. ഞാൻ അതിനെ പോകാൻ അനുവദിച്ചു. ലെറ്റ് അനുവദിക്കുകയാണ് അല്ലേ മക്കളെ? അപ്പോൾ ഐ ലെറ്റ് ഇറ്റ് ഗോ മീൻസ് ഞാൻ അതിനെ പോകാൻ അനുവദിച്ചു. വാട്ട്? എന്ത്? ആർ യു ക്രൈസി? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ആർ യു ക്രൈസി? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഫാദർ റൈസ്ഡ് ഹിസ് വോയിസ്. ഫാദർ റൈസ്ഡ്, റൈസ് ചെയ്യുക, ഉയർത്തുക. റൈസ്ഡ്, ഉയർത്തി. ഹിസ് വോയിസ്, അച്ഛൻ ശബ്ദം ഉയർത്തിയാണ് സംസാരിച്ചത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വാട്ട്? ആർ യു ക്രൈസി? പ്ലീസ് ഫാദർ ലെറ്റ് ഇറ്റ് ഗോ, അബിൻ സെഡ്. അബിൻ പിന്നെയും പറയാണ്, പ്ലീസ് ഫാദർ, ദയവേത് അച്ഛ, ലെറ്റ് ഇറ്റ് ഗോ, അത് പോകട്ടെ. ഫാദർ വാസ് ഫ്യൂരിയസ്. അച്ഛൻ്റെ ദേഷ്യം സഹിക്കാൻ വയ്യാതിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തിലാണ് അച്ഛൻ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഗെറ്റ് ഔട്ട്, പോകൂ, ദൂരേക്ക് പോകൂ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്, എൻ്റെ കാഴ്ചയിൽ നിന്ന് നീ ദൂരെ പോ. അല്ലെങ്കിൽ അമ്മമാരും അച്ഛന്മാരും നമ്മുടെ ദേഷ്യപ്പെടുമ്പോൾ പറയാറില്ലേ, നമ്മൾ കുരുത്തക്കേട കാണിക്കുമ്പോൾ, നീ എൻ്റെ അടുത്തുനിന്ന് പോ, നിനക്ക് അടി കിട്ടും എന്ന് പറയില്ലേ, അതുപോലെ ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്, എൻ്റെ കാഴ്ചയിൽ നിന്ന് തന്നെ നീ, എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ദൂരെ പൊയ്ക്കോ. I don't want to set my eyes on you anymore. I don't want to set my eyes on you anymore. എന്ന് വെച്ചാൽ ഞാൻ ഇനി നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. എനിമോർ, ഇനി ഒരിക്കലും നിന്നെ എനിക്ക് കാണേ വേണ്ട, ദൂരെ പൊയ്ക്കോ. ദേഷ്യം വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പറയുമല്ലേ. ഹി ഷൗട്ടഡ്, ഷൗട്ട് ചെയ്യുക, ശബ്ദമുയർത്തി പറയുക, ദേഷ്യപ്പെട്ട് പറയുക അല്ലേ. ഹി ഷൗട്ടഡ്, ദേഷ്യത്തിലാണ് പറയുന്നത്, എനിക്ക് നിന്നെ ഇനി കാണണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും, അച്ഛനമ്മയും ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അവർക്ക് നമ്മളോട് ഇഷ്ടമല്ലെന്നാണോ? അല്ല അല്ലേ. നമ്മൾ കാണിക്കുന്ന ചെറിയ ചെറിയ കുസൃതികൾക്ക് ചെറിയ ശിക്ഷ തരുന്നതാണ്. അതിനർത്ഥം ഇനിമേലിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കരുതെന്നാണ്. അല്ലാതെ നിങ്ങളെ കാണാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണോ? അല്ല. ഇതുപോലുള്ള സാഹചര്യങ്ങൾ മക്കളുടെ ജീവിതത്തിലുണ്ടാവുമ്പോൾ മനസ്സിലാക്കണം, അച്ഛനും അമ്മയും സ്നേഹം കൂടുതൽ കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് കേട്ടോ. നോക്കൂ മക്കളെ, അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ഫീലിംഗ് താങ്ക്ഫുൾ അല്ലേ. നന്ദി പ്രകടിപ്പിക്കുക. നോക്കൂ, ഗ്രാറ്റിറ്റ്യൂഡ്. വാട്ട് ഷാൽ ഐ ഡു നൗ? ഞാൻ ഇനി എന്താ ചെയ്യുക? അബിൻ ഹാഡ് നോ ഐഡിയ. അബിന് ഒരു ഐഡിയ ഇല്ല, ഒരു ബുദ്ധിയും അബിന് തോന്നുന്നില്ല. എന്താ ചെയ്യുക? വാട്ട് ഷാൽ ഐ ഡു നൗ? ഹി സാറ്റ് ഓൺ ദ ഷോർ ലുക്കിംഗ് അറ്റ് ദ ബോട്ട്സ് സെയിലിംഗ് അവേ. ഹി സാറ്റ് ഓൺ ദ ഷോർ, അവൻ എവിടെയായിരിക്കുന്നത്? സിറ്റ്, ഇരിക്കുക. സാറ്റ്, ഇരുന്നു അല്ലേ. ഓൺ ദ ഷോർ, തീരത്ത് തന്നെ ഇരിക്കുകയാണ്. ലുക്കിംഗ് അറ്റ് ദ ബോട്ട്സ് സെയിലിംഗ് അവേ, സെയിൽ ചെയ്യുക, തുഴയുക അല്ലേ. തുഴഞ്ഞ് എവേ, ദൂരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ബോട്ട്സ്, വള്ളങ്ങളെ നോക്കിക്കൊണ്ടാണ് അബിൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. ഹി ഹേർഡ് എ വോയിസ് ഫ്രം ദ സീ. താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ്. താങ്ക് യു, നന്ദിയുണ്ട്. ഫോർ സേവിങ് മൈ ലൈഫ്, എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം, എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദിയുണ്ട്. ഹി ഹേർഡ് എ വോയിസ് ഫ്രം ദ സീ. ഹിയർ, കേൾക്കുക, ഹേർഡ്, കേട്ടു. ഹി ഹേർഡ് എ വോയിസ്, ഒരു ശബ്ദം അവൻ കേൾക്കുകയാണ്. എവിടെ നിന്നാണ്? കടലിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ഹു ഇസ് ദാറ്റ്?
അബിൻ ലുക്ക്ഡ് അറൗണ്ട് ഇൻ സർപ്രൈസ്. ഹൂ ഇസ് ദാറ്റ്? നോക്കൂ മക്കളെ, അവിടെ ഹൂ പ്ലസ് ഈസ് ആണ്. അത് ഹൂ പ്ലസ് ഈസ് എന്നുള്ള എക്സ്പാൻഡഡ് ഫോമിൻ്റെ കൺട്രാക്റ്റഡ് ഫോമാണ് ഹൂ ഇസ് ദാറ്റ്? ആരാണത്? അബിൻ ലുക്ക്ഡ് അറൗണ്ട് ഇൻ സർപ്രൈസ്. അബിൻ ആ സർപ്രൈസിൽ അതിശയത്തോടു കൂടി ലുക്ക് ചെയ്യുക, നോക്കുക. ലുക്ക്ഡ് നോക്കി, അറൗണ്ട് ചുറ്റും നോക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? ആരാണിത് എന്നിങ്ങനെ ചുറ്റും നോക്കുകയാണ്. അടുത്ത ഭാഗം നോക്കൂ മക്കളെ. അബിൻ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. അബിൻ കുഡ് നോട്ട്, ക്യാൻ കഴിയുക, കുഡ് കഴിഞ്ഞു, നോട്ടും കൂടെ ആകുമ്പോൾ എന്താണ് മക്കളെ? കുഡ് നോട്ട് ആകുമ്പോൾ കഴിഞ്ഞില്ല. അബിൻ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. ബിലീവ് ചെയ്യുക, വിശ്വസിക്കുക. ഹിസ് ഐസ്, അവൻ്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അബിൻ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ്. ക്യാൻ എ ഫിഷ് സ്പീക്ക്? ക്യാൻ എ ഫിഷ് സ്പീക്ക്? ഒരു ഫിഷിന്, മത്സ്യത്തിന് സ്പീക്ക് ചെയ്യുക, സംസാരിക്കാൻ കഴിയുമോ? ക്യാൻ കഴിയുകയാണല്ലേ. അപ്പോൾ ക്യാൻ എ ഫിഷ് സ്പീക്ക്? ഒരു മീനിന് സംസാരിക്കാൻ കഴിയുമോ? ഹി സ്റ്റുഡ് ഓൺ ദ ഷോർ ലൈക്ക് എ സ്റ്റാച്യു. ഹി സ്റ്റുഡ് ഓൺ ദ ഷോർ ലൈക്ക് എ സ്റ്റാച്യു. ഹി സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ അവൻ നിൽക്കുന്നു. ഹി സ്റ്റുഡ് ആണെങ്കിലോ അവൻ നിന്നു. ഓൺ ദ ഷോർ, ആ കടൽ തീരത്ത് തന്നെ അവൻ നിൽക്കുകയാണ്. ലൈക്ക് എ സ്റ്റാച്യു. സ്റ്റാച്യു എന്താണ് മക്കളെ? പ്രതിമ പോലെ. ഇത് കേട്ട ഷോക്കിൽ ഒരു പ്രതിമ പോലെ അബിൻ അനങ്ങാതെ നിൽക്കുകയാണ്. ഡിയർ ബോയ്, ഐ വിൽ നെവർ ഫോർഗെറ്റ് യുവർ കൈൻഡ്നെസ്, ദ ഫിഷ് സെഡ്. ഡിയർ ബോയ്, പ്രിയപ്പെട്ട കുട്ടി, ആൺകുട്ടി. ഐ വിൽ എന്നുള്ള എൻ്റെ കൺട്രാക്റ്റഡ് ഫോമാണ് മക്കളെ. ഐ നെവർ ഫർഗെറ്റ് യുവർ കൈൻഡ്നെസ്. നിൻ്റെ കൈൻഡ്നെസ്, ദയയുള്ള മനസ്സ്, നിൻ്റെ ദയ. ഐ നെവർ ഫർഗെറ്റ്, നെവർ ഒരിക്കലും, ഫോർഗെറ്റ് ചെയ്യുക, മറക്കുക. ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ, നിൻ്റെ ദയ ഞാൻ ഒരിക്കലും മറക്കില്ല. ദ ഫിഷ് സെഡ്, ഫിഷ് പറയുകയാണ്. ടേക്ക് ദിസ് ഈസ് എ മാജിക് റിംഗ്. ആ മീൻ എന്താ പറയുക? ടേക്ക് ദിസ്, ഇതെടുക്കൂ. ദിസ് ഈസ് എ മാജിക് റിംഗ്, ഇതൊരു മാജിക് റിംഗ് ആണ്, ഇതൊരു മാന്ത്രിക മോതിരമാണ്. റബ് ഇറ്റ് ആൻഡ് സീ വാട്ട് ഇറ്റ് ക്യാൻ ഡു. റബ് ചെയ്യുക, ഉരസുക അല്ലേ, ഇതിനെ ഉരസു. ആൻഡ് സീ വാട്ട് ഇറ്റ് ക്യാൻ ഡു, എന്നിട്ട് നീ കാണൂ. വാട്ട് ഇറ്റ് ക്യാൻ ഡു, ഇതിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നീ കാണൂ. അതായത് ഇതിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ അല്ലേ, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. യൂസ് ദിസ് ഓൺലി വെൻ യു ആർ ഇൻ നീഡ്. യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. യൂസ് ദിസ്, ഇത് ഉപയോഗിക്കുക. ഓൺലി വെൻ യു ആർ ഇൻ നീഡ്. എപ്പോൾ മാത്രം? വെൻ യു ആർ ഇൻ നീഡ്, നിനക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ മാജിക് റിംഗ് റബ്ബ് ചെയ്യുക, ഉരസുക. അപ്പോൾ നിനക്ക് ഇതിനെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നീ അപ്പോഴാണ് കാണാൻ പോകുന്നത്. ദ ഫിഷ് കെയിം നിയർ അബിൻ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്സ് മൗത്ത്. ദ ഫിഷ് കെയിം നിയർ, അടുത്തേക്ക് വന്നു. ആരുടെ അടുത്തേക്ക് വന്നു? അബിൻ്റെ അടുത്തേക്ക് വന്നു. ആൻഡ് ഓപ്പൺഡ് ഇറ്റ്സ് മൗത്ത്, എന്നിട്ട് വാ തുറന്നു. ദെയർ വാസ് എ ബ്യൂട്ടിഫുൾ റിംഗ് ഇൻ ഇറ്റ്സ് മൗത്ത്. അവിടെ എന്തുണ്ടായിരുന്നു മക്കളെ? ദെയർ വാസ് എ ബ്യൂട്ടിഫുൾ റിംഗ്, ഒരു മനോഹരമായ ഒരു റിംഗ് ഉണ്ടായിരുന്നു. ഇൻ ഇറ്റ്സ് മൗത്ത്, അതിൻ്റെ വായിൽ എന്തുണ്ടായിരുന്നു? മനോഹരമായ ഒരു റിംഗ് ഉണ്ടായിരുന്നു. അബിൻ took the ring and the fish swam back to the sea. അബിൻ took the ring. അബിൻ ടേക്ക് ആണെങ്കിൽ എടുക്കുക, ടുക്ക് എടുത്തു. അബിൻ took the ring and the fish swam back to the sea. അതിനുശേഷം നമ്മുടെ ഫിഷ് എന്ത് ചെയ്തു? സ്വിം ചെയ്യുക, നീന്തുക. സ്വാം, നീന്തി അല്ലേ. എങ്ങോട്ടേക്ക് നീന്തിപ്പോയി? ബാക്ക് ടു ദ സീ, കടലിലേക്ക് തന്നെ തിരികെ നീന്തിപ്പോയി. കുഞ്ഞുങ്ങളെ എല്ലാവരും ഇത് വായിക്കണം, വായിച്ച് അർത്ഥം മനസ്സിലാക്കി നന്നായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ അബിനും ഫാദറും തമ്മിലൊരു കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ആദ്യത്തെ 2 വരികൾ ടീച്ചർ തന്നിട്ടുണ്ട്, ബാക്കി നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുമ്പോൾ അതിൻ്റെ ഡയലോഗുകൾ, അബിൻ്റെയും അച്ഛൻ്റെയും ഡയലോഗുകൾ നമുക്ക് കിട്ടും. അത് എഴുതിയാൽ മതി. ചെറിയൊരു സഹായം ഞാൻ തരാം, ബാക്കി എല്ലാവരും സ്വന്തമായി തന്നെ കോൺവെർസേഷൻ എഴുതണം കേട്ടോ. നോക്കൂ മക്കളെ, റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് അബിൻ. അബിനും ഫാദറിനും ഇടയിലുള്ള കോൺവെർസേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫാദർ പറയുന്നത് എന്താണ്? വേർ ഈസ് ദ ഫിഷ്? എവിടെയാണ് ഫിഷ്? അബിൻ പറയുന്നുണ്ട്,
ഐ ലെറ്റ് ഇറ്റ് ഗോ. ഞാനത് പോകാൻ അനുവദിച്ചു. അപ്പോൾ ഫാദറിൻ്റെ റിപ്ലൈ എന്താണ്? വാട്ട്, ആർ യു ക്രേസി? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അബിൻ, പ്ലീസ് ഫാദർ, ലെറ്റ് ഇറ്റ് ഗോ. അച്ഛാ, ദയവ് ചെയ്ത് അതിനെ പോകാൻ അനുവദിക്കൂ. ഫാദർ, ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു സെറ്റ് മൈ ഐസ് ഓൺ യു എനിമോർ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ദൂരെ പോകൂ. ഐ ഡോണ്ട് വാണ്ട് ടു സെറ്റ് മൈ ഐസ് ഓൺ യു എനിമോർ. ഞാൻ നിന്നെ ഇനി കാണാനേ ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ കോൺവെർസേഷൻ ഡയലോഗ്സ് ആണ്. ഇതിങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അതല്ല, നിങ്ങളുടെ ഇമാജിനേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ മക്കളെ. നോക്കൂ മക്കളെ, ആക്ടിവിറ്റി സെക്കൻഡാണ് നമുക്കിനി ചെയ്യേണ്ടതല്ലേ. നമുക്കാണ് ഒരു മാജിക് റിംഗ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും മാജിക് റിങ്ങിനോട് ആവശ്യപ്പെടുക? നമുക്കെല്ലാവർക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലേ. ഓരോരുത്തരുടെ ആവശ്യങ്ങളും പലതും വ്യത്യസ്തമായിരിക്കും. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ എഴുതാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതുപോലെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ മക്കളെ. നോക്കൂ മക്കളെ, ഇഫ് ഐ ഗോട്ട് എ മാജിക് റിംഗ് ഐ വുഡ് ആസ്ക് ഫോർ അൻ ഐസ്ക്രീം. ഞാൻ എന്ത് ചോദിക്കുമായിരുന്നു? ഐസ്ക്രീം ചോദിക്കുമായിരുന്നു. അതെങ്ങനെ എഴുതുക? ഐ വുഡ് ആസ്ക് ഫോർ ആൻ ഐസ്ക്രീം. ഇഫ് ഐ ഗോട്ട് എ മാജിക് റിംഗ് ഐ വുഡ് ആസ്ക് ഫോർ എ ബൈക്ക്. ഞാനൊരു ബൈക്കിന് വേണ്ടി ആവശ്യപ്പെടുമായിരുന്നു. ഇഫ് ഐ ഗോട്ട് എ മാജിക് റിംഗ് ഐ വുഡ് ഫ്ലൈ ആൻ എയ്റോപ്ലെയിൻ. ഞാനൊരു എയ്റോപ്ലെയിൻ ഫ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കും. ഇഫ് ഐ ഗോട്ട് എ മാജിക് റിംഗ് ഐ വുഡ് ബൈ എ കാർ. ഞാനൊരു കാറ് വാങ്ങും. ഇഫ് ഐ ഗോട്ട് എ മാജിക് റിംഗ് ഐ വുഡ് ആസ്ക് ഫോർ എ ന്യൂ ഹോം. എനിക്കൊരു മാജിക് റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുതിയൊരു വീട് ചോദിക്കുമായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി ചേർക്കാം കേട്ടോ മക്കളെ. ഓക്കെ മക്കളെ, നമ്മൾ ഇതുവരെ പഠിച്ച കഥയുടെ ഭാഗങ്ങൾ, സംഭവങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണിത്. അതിനുവേണ്ടി തന്നിരിക്കുന്ന സെൻറ്റൻസുകളൊന്ന് വായിക്കൂ. ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിംഗ്. അബിന് ഒരു മാജിക് റിംഗ് കൊടുത്തു. ആരാണ് കൊടുത്തത്? ഫിഷാണ് കൊടുത്തത് അല്ലേ. ഫിഷ് അബിനൊരു മാജിക് റിംഗ് കൊടുത്തു. അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ. അബിൻ ഫിഷിനെ പോകാൻ അനുവദിച്ചു. അബിൻസ് ഫാദർ റിട്ടേൺഡ് വിത്ത് എ ബിഗ് ഫിഷ്. അബിൻസ് ഫാദർ, അബിൻ്റെ അച്ഛൻ, റിട്ടേൺഡ് തിരികെ വന്നു. വിത്ത് എ ബിഗ് ഫിഷ്, ഒരു വലിയ ഫിഷുമായി തിരികെ വന്നു. അബിൻ കൗണ്ടഡ് ദ ബോട്ട്സ്. അബിൻ തീരത്തിരുന്ന് ബോട്ടുകൾ എണ്ണുകയാണല്ലേ. അബിൻ കൗണ്ടഡ് ദ ബോട്ട്സ്. അബിൻ ബോട്ടുകൾ എണ്ണുന്നു. അബിൻസ് ഫാദർ സെയിൽഡ് അവേ ഫോർ ഫിഷിംഗ്. അബിൻ്റെ അച്ഛൻ ഫിഷിങ്ങിന് വേണ്ടി, മീൻ പിടിക്കാൻ വേണ്ടി സെയിൽഡ് അവേ, തുഴഞ്ഞ് ദൂരേക്ക് പോയി. ഫാദർ വാസ് ഫ്യൂരിയസ്. അച്ഛൻ ഭയങ്കര ദേഷ്യപ്പെട്ടു. അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്. അബിൻ പരുന്തുകളെയും കാക്കകളെയും കണ്ടു. അബിൻ ഡഗ് ദ പിറ്റ് ഇൻ ദ സാൻഡ്. അബിൻ മണ്ണിൽ എന്ത് ചെയ്തു? കുഴി കുഴിച്ചു അല്ലേ. ഡിഗ് ചെയ്യുക, കുഴിക്കുക, ഡഗ് കുഴിച്ചു. അപ്പോൾ ഇതെല്ലാം, ഈ സംഭവങ്ങളെല്ലാം ആദ്യം നടന്നതിൻ്റെ ക്രമത്തിൽ നിങ്ങൾ എഴുതണം. അത് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എല്ലാവരും സ്വന്തമായി എഴുതാൻ നോക്കുക. കഴിഞ്ഞില്ലെങ്കിൽ മാത്രം ഞാൻ തരുന്നത് നോക്കുക. ഓക്കെ മക്കളെ, എല്ലാവരും സ്വന്തമായിട്ട് എഴുതിയിട്ട് ശരിയാണോ എന്നറിയാൻ മാത്രം ഇതിൽ നോക്കുക. ഓക്കെ മക്കളെ. നോക്കൂ മക്കളെ, അബിൻസ് ഫാദർ സെയിൽഡ് അവേ ഫോർ ഫിഷിംഗ്. അബിൻ്റെ അച്ഛൻ ഫിഷിങ്ങിനായി പോയി. അബിൻ കൗണ്ടഡ് ദ ബോട്ട്സ്. അബിൻ ബോട്ടുകൾ എണ്ണിയിരിക്കുകയാണ്. അബിൻ ഡഗ് ദ പിറ്റ് ഇൻ ദ സാൻഡ്. അബിൻ മണ്ണിൽ കുഴി കുഴിച്ചു. അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്. അബിൻ പരുന്തുകളെയും കാക്കകളെയും കണ്ടു. അബിൻസ് ഫാദർ റിട്ടേൺ വിത്ത് ബിഗ് ഫിഷ്. ഒരു വലിയ മീനുമായി അബിൻ്റെ അച്ഛൻ തിരികെ വന്നു. അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ. അബിൻ ആ ഫിഷിനെ തിരികെ പോകാൻ അനുവദിച്ചു. ഫാദർ വാസ് ഫ്യൂരിയസ്. അബിൻ്റെ അച്ഛൻ എന്തായി? വളരെയധികം ദേഷ്യപ്പെട്ടു. ദ ഫിഷ് ഗേവ് അബിൻ എ മാജിക് റിംഗ്. ഫിഷ് അബിനൊരു മാജിക് റിംഗ് കൊടുത്തു. സ്വന്തമായി എഴുതിയതിന് ശേഷം മാത്രം ഇത് നോക്കുക, ശരിയാണോ എന്ന് മാത്രം. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? മക്കളെ, ഇന്നത്തെ ആക്ടിവിറ്റികൾ ദ ഫ്യൂരിയസ്, ഫാദർ ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ പാസേജുകൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് അബിൻ. അബിനും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതുക. പേജ് നമ്പർ 85 ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. അറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ കറക്റ്റ് ഓർഡറിൽ ഇവൻറ്റ്സ് എഴുതുക. അപ്പോൾ എല്ലാ മക്കളും ഈ പ്രവർത്തനങ്ങൾ നന്നായി ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ചിൽഡ്രൻ. താങ്ക് യു.